റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് പിന്നാലെ ഉക്രൈൻ നടത്തിയ ആക്രമണം. ആക്രമണത്തിന് ശേഷം ട്രംപും പുടിനും തമ്മിൽ സംസാരിച്ചിരുന്നു. ആ സംഭാഷണത്തിന് പിന്നാലെയാണ് ഉക്രൈനിലേക്ക് റഷ്യ ആക്രമണം കടുപ്പിച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രശാന്ത് സാർ, നമുക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ചയാണ്, കൃത്യമായ ഒരാഴ്ചക്ക് മുന്നെയാണ് ട്രംപ് പുടിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത്. ലോകമാധ്യമങ്ങൾ മുഴുവൻ അത് വലിയ വാർത്തയാക്കിയിരുന്നു. അതേ ട്രംപ് പുടിനെ വിളിച്ച് പൂർണ്ണ പിന്തുണയാവില്ലേ നൽകിയിട്ടുണ്ടാവാൻ സാധ്യത? അതുകൊണ്ടായിരിക്കില്ലേ റഷ്യ ഉക്രൈനു നേരെയുള്ള ആക്രമണം കടുപ്പിച്ചത്? അപ്പൊ അതിനെ സംഭാഷണത്തിന്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും രണ്ട് നേതാക്കന്മാരും വെളിയിൽ വിട്ടിട്ടില്ല. അതാണ്ട് 1.25 മണിക്കൂറോളം പരസ്പരം സംസാരിച്ചതിന് ശേഷം വലിയ വലിപ്പത്തിലുള്ള ആക്രമണം ഈ റഷ്യ ഉക്രൈന് നേരെ നടത്തിയിട്ടുണ്ട്. അപ്പം റഷ്യ ഉക്രൈന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ഉക്രൈൻ, വടക്കൻ ഉക്രൈൻ, അതുപോലെ ഉക്രൈനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള റിഡ് കാൾമി, സുമി മേഖല, അതുപോലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള കഹില്യ അപ്പാർട്ട്മെന്റ്, ഇതെല്ലാം പിടിച്ചെടുത്തായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അപ്പൊ അതിന് പറയുന്ന കാരണം, ചർച്ചയിൽ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവരുടെ സിവിലിയൻസിനെ വളരെ കൂടുതലായിട്ട് ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും വേണ്ടി ശ്രമിച്ചു. 2, പ്രസിഡന്റിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. 3, അവിടുത്തെ റെയിൽവേ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ ഗതാഗതം അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ പുടിൻ യുക്രൈനെതിരെ ആരോപിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം ആശങ്കപ്പെടുന്നത്, അവിടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു പാലത്തിന് എതിരെ ആക്രമണം നടത്തി. അപ്പം ഈ 2 ആക്രമണവും വളരെ ആസൂത്രിതമായിരുന്നു. വളരെ കാലത്തെ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് നടന്ന ആക്രമണങ്ങളാണ്. ആ ആസൂത്രണം കൈകാര്യം ചെയ്ത് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ്. അവരുടെ രഹസ്യാന്വേഷണ സംവിധാനം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ അത്ര അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അവരുടെ PSBUവിന്റെ പേരിൽ അല്ലെങ്കിൽ അവരെ ഓപ്പറേറ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അവർക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കരുത്തൊന്നുമില്ല. അവരുടെ പേരിലാണെങ്കിലും ഇതിന്റെ പുറകിൽ ഇതിന്റെ രഹസ്യങ്ങൾ, അതിന്റെ ചരടുവലികളൊക്കെ നടത്തുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പിലെ 5 ഐസ് പോലെ ഉള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചടി ഉറപ്പാകും. അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്ന ഒരാൾ, പറഞ്ഞതുപോലെ ഭ്രാന്തൻ എന്ന് വിളിക്കണമെങ്കിൽ ഒരു കാര്യവും പറയാത്ത ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് ആണ് ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഭ്രാന്തൻ ഇനി നാളെ കാലത്ത് എന്താ പണിയാ നടത്താൻ പോകുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്തതുപോലെ അമേരിക്കയ്ക്ക് പേടിയുണ്ട്. കാരണം ഈ പ്രാന്തനെ ഒരു സാമാനം എടുത്തു വെച്ച് വിട്ടാൽ അമേരിക്കൻ തലസ്ഥാനത്ത് ചെന്ന് വീഴത്തക്കോണമുള്ള വളരെ വലിയ മാരകശേഷിയുള്ള മിസൈലുകളൊക്കെ, ഈ സൂപ്പർസോണിക് മിസൈലുകളുള്ള രാജ്യമാണ് റഷ്യ. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, നാറ്റോ രാജ്യങ്ങളിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. എവിടെ വീണാലും സൈനിക ബലത്തിൽ ഫ്രാൻസും അല്ലെങ്കിൽ 1-2 യൂറോപ്യൻ രാജ്യങ്ങളും കഴിഞ്ഞാൽ എവിടെ വീണാലും അതെല്ലാം തടയേണ്ട ആള് അമേരിക്കയാ. അതിനാ നാറ്റോ 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 എന്ന് പറയുന്നത്. കാരണം സൈനിക ബലമൊന്നും ഇല്ല. നമ്മളില്ലേ ബംഗ്ലാദേശ് നമ്മളെ കയറി അടിക്കുമെന്ന് പറയത്തില്ലേ? അടിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ BSFന്റെ അത്ര എണ്ണമില്ല അവന്റെ പട്ടാളം. പിന്നെ ഈ നടക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന സൈസ് ആരോഗ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്. ഇതുപോലെ പല യൂറോപ്യൻ കൺട്രീസിലും നാറ്റോ രാജ്യങ്ങളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ടായി അമേരിക്ക എന്ന് പറയുന്ന കൊച്ചാട്ടും വലിയ ഗമയിൽ അവിടെ എവിടെയും ചെന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പറയുമ്പം ഈ മല്ലന്റെ കാര്യം പറഞ്ഞതുപോലെ അമേരിക്ക യുദ്ധം ചെയ്തിട്ട് ഒരു 100 കൊല്ലത്തിനപ്പുറമുള്ള യുദ്ധമേ ചെയ്തിട്ടുള്ളൂ. യുദ്ധം ചെയ്ത് ശീലമില്ല. എല്ലാം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിലുള്ള സാധനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള സൈനികർ, അത്തരത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടുള്ള സൈനികരും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു യുദ്ധമുഖത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ വന്നിട്ട് കാലങ്ങളായി. അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാവാനോ തിരിച്ചൊരു അറ്റാക്ക് ഏതൊരു സ്ഥലത്തേക്കാണോന്ന് ഉള്ളതിനെ പറ്റി വ്യക്തതയില്ലാത്തതും, അല്ലെങ്കിൽ അത്തരത്തിൽ റഷ്യ തിരിച്ച് അവരുടെ ആക്രമണത്തിന്റെ പുറകിൽ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ആണെന്നുണ്ട് തിരിച്ചാക്രമിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടുമാണ് ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പൊ ചർച്ചയ്ക്ക് ശേഷം ഈ തിരിച്ച് നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ടുണ്ട്. നീത് പറയുന്നത് പോലെ അടിച്ചോട്ടെ ചേട്ടാ, അവന്മാരെ തന്നെ അടിച്ചോ, ഞങ്ങളെ അടിക്കണ്ട, തീർത്തടിച്ചോ, ഞങ്ങൾ അനങ്ങത്തില്ലെന്നുള്ള രീതിയാണോ നമുക്കറിയത്തില്ല. അതോ ഇനി ചർച്ച
കഴിഞ്ഞതിന് ശേഷം പോടാ എന്റെ പാട്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടോ എന്നുള്ള രീതിയിൽ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ എന്നറിയത്തില്ല. ഏതായാലും റഷ്യ വളരെ കൃത്യമായിട്ട് മാരകമായിട്ട് തന്നെ ഉക്രൈനെ ആക്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിന്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയിൽ നടത്തിയ ആക്രമണത്തിന് പുടിൻ നൽകേണ്ടി വരുന്ന വില ലോകത്തെ ഞെട്ടിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരമൊക്കെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പുടിൻ നൽകേണ്ട വിലയല്ല, പുടിൻ പറഞ്ഞിരിക്കുന്നത് സെലൻസ്കി നൽകേണ്ട വില, അല്ലെങ്കിൽ സെലൻസ്കിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആയിരിക്കും. ഈ സെലൻസ്കിയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തിനകത്ത്, കാരണം അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യുദ്ധസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയ സമയത്ത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉള്ളൂ. ഇപ്പം യുദ്ധം നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാലും ഒരു യുദ്ധത്തിന്റെ മാന്യമായ രാജ്യങ്ങൾ, അല്ലെങ്കിൽ യുദ്ധം നടത്തുമ്പോൾ യുദ്ധത്തിന്റെ ചില യുദ്ധതന്ത്രങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനമന്ത്രിയെ വധിക്കാനോ അല്ലെങ്കിൽ വല്ല പണ്ടത്തെ കൂട്ടി അങ്ങനത്തെ ഒരു സാധ്യതയില്ല. അത് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം പുടിൻ വിമാനമല്ല ഹെലികോപ്റ്റർ സന്ദർശനം ചില മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഡ്രോൺ ഉപയോഗിച്ച് പുടിനെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. മാത്രമല്ല ഈ സെലൻസ്കി പലവട്ടം പറഞ്ഞിട്ടുണ്ട് പുടിന് വേണ്ട മാരകമായിട്ട് അസുഖം, അല്ലെങ്കിൽ പുടിൻ 1.5 കൊല്ലത്തിന് ശേഷം കൊല്ലപ്പെടും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നേരത്തെ അറിയാമല്ലോ പുടിന്റെ സഞ്ചരിക്കുന്ന വണ്ടി അല്ലെങ്കിൽ കാറിനകത്ത് ഒരു സ്ഫോടനം നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്ത ഓർമ്മയില്ല അന്ന്. അത് പക്ഷെ പുടിൻ അതിനകത്ത് ഇല്ലായിരുന്നു. അപ്പം ആ രീതിയിലേക്കുള്ള ഓപ്പറേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലാൻ സാധിക്കും എന്നൊക്കെയുള്ള രീതി പറയുമ്പോൾ നമ്മളിപ്പോ ഇതിനകത്ത് 1.5 കൊല്ലം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തതാണ് 4 ബേസുകളും, അല്ലെങ്കിൽ 40 വിമാനങ്ങളും, അല്ലെങ്കിൽ ബോംബറുകളും, അല്ലെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ വളരെ കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നശിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം ഈ പുടിൻ കൊല്ലപ്പെടും എന്ന് സെലൻസ്കി പറയുന്നതിനകത്ത് ഇവർ റഷ്യയിൽ എത്രത്തോളം അവരുടെ ആൾക്കാരുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ വാട്ടർ ബോംബിംഗ് സംവിധാനത്തിൽ കൂടി ഏതാണ്ട് 1000 കിലോ സ്ഫോടനത്തിൽ കൂടിയാണല്ലോ ഈ ക്രിമിയ പാലത്തിനകത്ത് കേടുപാടുകൾ ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി സംശയം വരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ സംശയം ജനിപ്പിക്കുന്ന ചില അക്രമങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ വളരെ കരുതലോടുകൂടിയാണ്. ഇനി എന്ത് സംഭവിക്കും എന്ന് റഷ്യക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നത്തോട് കൂടി തന്നെ സംഭവിച്ചതിന് കൃത്യമായ തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുഖം ലോകത്തിന്റെ മുമ്പിൽ വികൃതമാവുകയും മോശമാവുകയും, അല്ലെങ്കിൽ റഷ്യക്ക് പഴയ കരുത്തില്ലാത്ത റഷ്യ എന്നുള്ള രീതിയിലേക്കൊക്കെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ റഷ്യ ഇത് എല്ലാ രീതിയിലും ബാധിക്കും. മറ്റു പല രാജ്യങ്ങളും ഇനി റഷ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. റഷ്യയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള ആയുധ കച്ചവടത്തെ ഇത് ബാധിക്കും. അപ്പം ഇതിനെയെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടി റഷ്യയുടെ നിലനിൽപ്പിന് വേണ്ടി റഷ്യ തിരിച്ചടിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പുടിനുമായിട്ട് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും സംസാരിച്ചത്. ലോകം ആശങ്കയോടുകൂടി എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷവും യുക്രൈനെ ആക്രമിക്കുന്നതിനകത്ത് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതും നാം ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ അമേരിക്ക ഒരു പൂർണ്ണ പിന്തുണ റഷ്യക്ക് നൽകുമ്പോൾ കൂടുതൽ മോശമായ സാഹചര്യത്തിലേക്ക് റഷ്യ ഉക്രൈൻ ബന്ധം പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഉക്രൈൻ നൽകിയ തിരിച്ചടിക്ക് റഷ്യ പകരം വീട്ടിയത്, അല്ലെങ്കിൽ പകരം ഒരു ആക്രമണം ശക്തമാക്കിയത് ട്രംപിന്റെ ഒരു ഫോൺ കോളിന് പിന്നാലെയാണോ എന്നുള്ളതും ചർച്ചയാവുകയാണ്. പക്ഷെ ഇരുവരും എന്ത് സംസാരിച്ചു എന്നുള്ളത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ 1.25 മണിക്കൂറോളം ഇവർ രണ്ടുപേരും സംഭാഷണം നടത്തിയത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.